എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ചില കോളേജുകൾ വൈകുന്നേരം 3 മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കോളേജിലെത്തിയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കിട്ടിയ സീറ്റ് പോകും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 3 മണിക്കുള്ളിൽ തന്നെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റുക, അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ NOC വേണോ എന്നുള്ളതും നിങ്ങൾക്ക്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ NOC വേണോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിലേക്കും പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത് പറയാം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു 1st മുതൽ 3rd വരെയുള്ള അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പല കോളേജുകളിലും പല കോഴ്സുകൾക്കും വേക്കൻസി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ആ ഒരു വേക്കൻസിയിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് നടത്തപ്പെടുന്നത്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതായത് അഡ്മിഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ നേടിയിട്ടുള്ള കോളേജ് ഗവൺമെൻറ് കോളേജല്ല, സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് എങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്നുള്ള അനുമതി വേണം, അതായത് NOC വേണം. അതായത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയുള്ള ഡോക്യുമെൻസും അതുപോലെ ഫീസും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് ഈ ഒരു NOC, അതായത് നോൺ ഒബ്ജക്ഷൻ കമ്പോസിഷൻ സർട്ടിഫിക്കറ്റ്. അതായത് കോളേജിന് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ പങ്കെടുക്കുന്നതുകൊണ്ട് എതിർപ്പില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലേക്ക് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾക്ക് ആ ഒരു NOC അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾ വീണ്ടും ഓപ്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കണം. അതായത് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതോടുകൂടി ആ ഒരു ഓപ്ഷൻസ് മുഴുവൻ റിമൂവ് ചെയ്യപ്പെടും. പിന്നീട് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സെയിം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ വീണ്ടും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻ, നിങ്ങളൊരു 10 ഓപ്ഷൻസ് വെച്ചു, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ 10 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് 10 ഓപ്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി, എന്നാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനുകൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ വെക്കുകയും നിങ്ങൾക്ക് 5 വരെയുള്ള ഓപ്ഷൻ മാത്രമേ കിട്ടിയാൽ പഠിക്കാൻ താല്പര്യമുള്ളൂ, എന്നാൽ നിങ്ങൾ 10 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു 8ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കോളേജാണെന്നൊക്കെ കരുതുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കപ്പെടുകയും ചെയ്യും. അതായത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഈ ഒരു 1st, 2nd, 3rd അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സുകളായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകും. പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾ ഓൾറെഡി അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് നിങ്ങളുടെ ഡോക്യുമെൻസും കോളേജിൽ അടച്ച ഫീസും നിങ്ങൾ പോയിട്ട് തിരികെ വാങ്ങിച്ച ശേഷം ഒരു നിശ്ചിത ദിവസത്തിനകം വിദ്യാർത്ഥികൾ പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 ദിവസമൊക്കെയാണ് അനുവദിക്കുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ പോയിട്ട് ഡോക്യുമെൻസ് ഒക്കെ വാങ്ങി നിങ്ങൾ പോയിട്ട് ഏത് കോളേജിലാണോ കിട്ടിയത് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അതായത് നിങ്ങൾ കോളേജിൽ നിന്ന് NOC വാങ്ങി അപ്ലോഡ് ചെയ്തു, അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നൽകി, എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് തന്നെ അവിടെ ഉണ്ടാവും, അത് നഷ്ടപ്പെടുന്നതല്ല. അതായത് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആദ്യം അഡ്മിഷൻ എടുത്ത സീറ്റ് പോകുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ ആ ഒരു സീറ്റ് തന്നെ നിലനിൽക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് NOC വേണോ എന്നുള്ളത്. അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് NOCയുടെ ആവശ്യമില്ല. നിങ്ങൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും നിങ്ങൾ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോൺ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഫേകൾ വഴിയോ ചെയ്യാവുന്നതാണ്. ഫോൺ വഴി ചെയ്യുന്നതായിരിക്കും കൂടുതൽ
ചെയ്യുന്നതിനേക്കാളും നല്ലത്. കാരണം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ളൂ. കാരണം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് നൽകി സേവ് ചെയ്യുക മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകാം. ഇനി NOCയുടെ കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് NOC എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ മാത്രമാണ്, സെൽഫ് ഫിനാൻസ് കോളേജിൽ ആണ് എങ്കിൽ മാത്രമാണ് NOCയുടെ ആവശ്യമുള്ളത്. ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒരു കിട്ടാത്ത വിദ്യാർത്ഥി ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷവും അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിലോ NOCയുടെ ആവശ്യമില്ല. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എന്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് NOC, അതുപോലെ ആർക്കൊക്കെ പങ്കെടുക്കാം, അതുപോലെ പങ്കെടുത്താനുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്നിവയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഓപ്ഷനുകൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ലെങ്കിൽ അക്ഷയ വഴി തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല, അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടുകയും തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് എങ്കിൽ, അതായത് ഗവൺമെൻറ് കോളേജ് അല്ല എങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കോ NOC സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല, അതായത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. NOC എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് മറ്റൊരു കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ തിരികെ നൽകുമെന്നും അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കോളേജിന് യാതൊരു രീതിയിൽ എതിർപ്പുമില്ല എന്നും കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. അത് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതായത് LBS വഴി പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു NOCയുടെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പുറത്താക്കപ്പെടുകയും ചെയ്യും. പിന്നീട് യാതൊരുവിധ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓരോ ഘട്ടങ്ങളും ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കോളേജും NOC നൽകാറില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുകയും അതല്ല ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലും ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ ഓപ്ഷൻസ് ആയിട്ട് നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.